വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് മാക്സിമം വിചാരിച്ചത്ര വ്യൂസിൽക്ക് അതിൽ പോയില്ല. അത് നിങ്ങൾക്ക് എന്താണ് അതിൽ ഇഷ്ടപ്പെടാതിരുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. പലരും കണ്ടിട്ടില്ല, ക്രിസ്മസിന്റെ തിരക്കൊക്കെ ആയതുകൊണ്ടാണോ. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയായിരുന്നു കേട്ടോ അത്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ആ വീഡിയോ നമ്മുടെ ലാസ്റ്റ് വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയൂ. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് സംസാരിക്കുക എന്ന് പറയുമ്പോൾ പലരും പല രീതിക്ക് ഇപ്പോൾ ഈ പറയുന്നത് പോലെ സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ പറയുന്നത് ഒരിക്കലും ഉപദേശങ്ങളല്ല, ഞാൻ പറഞ്ഞു തരുന്നത് ടിപ്സുകളാണ്. അതായത് എങ്ങനെ ഒരു നമ്മുടെ ഇപ്പോൾ മക്കൾക്കാണെങ്കിലും നമ്മളുടെ കൂടെയുള്ള ആർക്കാണെങ്കിലും ഒരു കാര്യത്തെ വളരെയധികം സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളിലേക്കൊരു പുതിയ അറിവാണെന്നുണ്ടെങ്കിൽ ആ അറിവ് എങ്ങനെ സിമ്പിളായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. ഇത്ര മാത്രമേ ഉള്ളൂ ഞാൻ ഈ പറയുന്ന എൻ്റെ വീഡിയോ കൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചിത് ലെങ്ത് കൂടും ഈ വീഡിയോ. പക്ഷെ ഞാൻ ചിലപ്പോൾ ഇത് ഒരു പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട് ഇടാൻ ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ഇതൊന്ന് ചുരുക്കി പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ വേണം എന്നുണ്ടെങ്കിൽ ഒരു പാർട്ട് 2 വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണം, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വേണം, അല്ലെങ്കിൽ കുറച്ചുകൂടി സെക്സ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് അല്ലെങ്കിൽ സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകൾ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇതുപോലുള്ള ഉപകാരപ്പെടുന്ന വീഡിയോസുകൾ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ ദീർഘിപ്പിക്കാതെ നമുക്ക് നമ്മളുടെ കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ന് പറയുന്നത് സ്വയം പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിലിപ്പോൾ എന്താ, ഇപ്പോൾ സ്വയം പഠിക്കാം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പം നമ്മൾ ആദ്യം അത് എങ്ങനെ പറഞ്ഞു കൊടുക്കാം എന്നുള്ളത് നമ്മളിപ്പോൾ ഒരു കഥയാണെങ്കിൽ പോലും എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ആദ്യം ഇപ്പോൾ നമ്മളുടെ മക്കൾക്ക് ഒരു കഥയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആ കഥ ഒന്ന് വായിച്ച് അതിലത്തെ ക്യാരക്ടേഴ്സിൻ്റെ നെയിമൊക്കെ നമ്മൾ നന്നായി പഠിച്ചതിന് ശേഷമായിരിക്കാം നമ്മൾ ആ നല്ല രീതിക്ക്, അപ്പോഴാണ് നമുക്ക് നല്ല രീതിക്ക് കുഞ്ഞുങ്ങളിലേക്ക് ആ കഥയെ എത്തിക്കാൻ കഴിയുള്ളൂ. അതേപോലെ നമ്മളൊരു കാര്യത്തിനെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യുക, ആ കാര്യത്തെക്കുറിച്ച് നന്നായി ഒന്ന് പഠിക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് നന്നായി റെഫർ ചെയ്യുക. അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്തരം വീഡിയോസുകളൊക്കെ ഒന്ന് റെഫർ ചെയ്യുമ്പം എന്താകും, കുറച്ചും കൂടി എന്ത് ചെയ്യും, കാര്യങ്ങൾ ഒരു നല്ല രീതിക്ക് നമ്മളുടേതായ ഭാഷയിൽ നമ്മളുടെ മക്കൾക്ക് നമ്മളുടേതായ ഭാഷയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാൻ പറ്റും, പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ മാത്രമല്ല, നമുക്ക് ചില കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് അറിയാത്തതുണ്ടാവും. അപ്പം ആ പുതിയ പുതിയ കാര്യം നമ്മളിങ്ങനെ പഠിക്കുമ്പോഴോ വായിക്കുമ്പോഴോ ആയിരിക്കാം നമുക്ക് അറിയാത്ത പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, നമുക്ക് അറിയുന്നതും. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചും കൂടി ചിലപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്ന ഒരു കാര്യം ചിലപ്പോൾ തെറ്റായിരിക്കാം. അപ്പൊ നമുക്കത് വായിക്കുമ്പോഴായിരിക്കും, ഓ ഇത് ഇങ്ങനെ ആയിരുന്നോ, അപ്പൊ ഇത് ഇങ്ങനെയല്ലേ എന്നുള്ള, ചിലപ്പോൾ നമ്മൾ സത്യമാണെന്ന് കരുതുന്ന പല കാര്യങ്ങളും ചിലപ്പം അത് റോങ് ആയി മാറാനും ചാൻസ് ഉണ്ട്. അപ്പം ഇത്തരം പഠനങ്ങൾ എന്ത് ചെയ്യാം, കുറച്ചും കൂടി കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത നമുക്ക് കിട്ടാനും ആ വ്യക്തത നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മക്കളിലേക്ക് എത്തിക്കാനും നമുക്ക് പറ്റും. അതാണ് സ്വയം പഠിക്കുക എന്നുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മക്കളിലേക്ക് എത്തിക്കുമ്പോൾ, ഇപ്പൊ ആദ്യത്തെ ഒരു സെക്സ് എഡ്യൂക്കേഷൻ എന്നുള്ള രീതിക്ക് നമ്മൾ മക്കളിലേക്ക് എത്തിക്കേണ്ടത് അതായത് അവർക്ക് അവരുടെ ബോഡിയെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതായത് അവർക്ക് അവരുടെ അവയവങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുക. കണ്ണ്, മൂക്ക് നമ്മളൊക്കെ ചെയ്യാറില്ലേ അല്ലെ, ഒരു 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 വയസ്സ് 2 വയസ്സ് ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അവർക്ക് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ അവരുടെ അവയവങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കും അല്ലെ. മോളുടെ കണ്ണ് എവിടെയാ, നമ്മളുടെ മൂക്ക് ഏതാ, ചുണ്ട് ഏതാണ്, കൈ ഒന്ന് കാണിച്ചേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ നമ്മൾ പലരും എന്ത് ചെയ്യാറില്ല, നമ്മുടെ പ്രൈവറ്റ് പാർട്ടുകളിന് പഠിപ്പിച്ചു കൊടുക്കാറില്ല. ഇല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് പല ഭാഗങ്ങളിലും പ്രൈവറ്റ് പാർട്ടുകളിന്, അതായത് സ്വകാര്യ ഭാഗങ്ങളെ എന്ത് ചെയ്യാറുണ്ട്, പല രീതിക്കുമാണ് പറയാറുള്ളത്, പല രീതിക്കുമാണ്. അപ്പൊ അത് ചില സമയങ്ങളിൽ ഒരു തെറിവാക്കായതുകൊണ്ട് തന്നെ പ്രൈവറ്റ് പാർട്ടിനെ കുറിച്ച് ചില അധികവും മാതാപിതാക്കൾ എന്ത് ചെയ്യാറില്ല, അവർക്കത് പറഞ്ഞു കൊടുക്കാറില്ല. അപ്പൊ അല്ലെങ്കിൽ അത് മറ്റൊരു രീതിക്കായിരിക്കാം അവർക്കത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യാതെ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൈവറ്റ് പാർട്ട് എന്ന് പറയുന്നത് ഒരു മോശമായ രീതിക്ക് ചിത്രീകരിക്കാതെ എന്ത് ചെയ്യുക, അതും ഒരു ശരീരത്തിന്റെ ഭാഗമാണ് എന്ന് അവർക്ക് മനസ്സിലാവാനും
അതേപോലെ തന്നെ ഈ പ്രൈവറ്റ് പാർട്ടുകൾ ഈ പറയുന്നത് പോലെ ഒരു തെറിവാക്കായിട്ട് പല ഭാഗങ്ങളിലും യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് മെഡിക്കൽ വേർഡുകൾ യൂസ് ചെയ്യാം. അതായത് അതിന്റെ യഥാർത്ഥ പേരുകൾ എന്ന് പറയുന്നത് അതല്ല. നമ്മൾ പല ഭാഗങ്ങളിലും യൂസ് ചെയ്യുന്ന പേരുകളല്ല എന്താണ് ഈ പറയുന്ന പ്രൈവറ്റ് പാർട്ടുകളുടെ യഥാർത്ഥ പേരെന്ന് പറയുന്നത്. അപ്പൊ സ്ത്രീകളാണെങ്കിൽ അതായത് ഒരു കുഞ്ഞൊരു പെൺകുട്ടിയാണ് എന്നുണ്ടെങ്കിൽ യോനി, മലയാളത്തിലാണെങ്കിൽ യോനി എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ലിംഗം എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ യോനി ലിംഗം, ഇനിയിപ്പോൾ ഇതൊക്കെ ഒരു കുഞ്ഞുങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അവർക്ക് മനസ്സിലാവുന്ന രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് ആയിട്ടുള്ള വേർഡ്സുകളും യൂസ് ചെയ്യാം. ഇപ്പം ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ യോനി എന്നുള്ളതിന് പകരം എന്ത് പറഞ്ഞു കൊടുക്കാം, വൾവ എന്ന് പറഞ്ഞു കൊടുക്കാം. വൾവ എന്നൊന്നും ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം പറയാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് കുഞ്ഞും ഒരു കറക്റ്റായിട്ട് അവരുടെ ഓരോ വേർഡ്സുകളും പറയാൻ എന്തായാലും അവർ സമയം എടുക്കും. അപ്പോൾ പലരും വിചാരിക്കണ്ടാവും പിന്നെ മലയാളം തന്നെ നേരെ പറയാൻ അറിയാത്ത കുട്ടികളാണല്ലോ ഇപ്പോൾ ഇംഗ്ലീഷിൽ ഈ പേര് പറയുന്നത് എന്ന് പലരും വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞപ്പോൾ അല്ലേ. അപ്പൊ അങ്ങനെയല്ല, അവരുടെ കുഞ്ഞു ഭാഷയിൽ അവർ ചിലപ്പം അത് തെറ്റിച്ച് പറഞ്ഞേക്കാം, ഒക്കെ ചെയ്തേക്കാം. പക്ഷെ അവരുടെ വളർച്ചാ കാലഘട്ടങ്ങളിൽ നമ്മൾ ഇത്തരം വാക്കുകൾ മാത്രം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുക്കുമ്പോൾ പിന്നീട് അവരത് കറക്റ്റായിട്ട് പറയാൻ ശ്രമിക്കും. അപ്പം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, കൈ, കാല് എന്നൊക്കെ പറയുന്നത് പഠിപ്പിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ അവരുടെ സ്വകാര്യ ഭാഗത്തെ എന്ത് ചെയ്യാം, വൾവ എന്ന് പറഞ്ഞു കൊടുക്കാം. അവരുടെ ബാക്ക് സൈഡ് ആണെന്നുണ്ടെങ്കിൽ ബം അല്ലെങ്കിൽ ബട്ടക്സ്, ഇനിയിപ്പോൾ ബട്ടക്സ് എന്നൊക്കെ പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ബം എന്ന് പറഞ്ഞു കൊടുക്കാം. പിന്നെ ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ പെനിസ് എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അത്തരം വേർഡ്സുകൾ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. അപ്പം അവരോട് സംസാരിക്കുകയാണെങ്കിലും അവർക്ക് നമ്മളോട് സംസാരിക്കുകയാണെങ്കിലും അവരുടെ ആ സ്വകാര്യ ഭാഗങ്ങളെ പറയുമ്പോൾ അവർക്ക് എന്താവുന്നില്ല, ഒരു വൃത്തികേടായിട്ട് അത് തോന്നാത്ത രീതിക്കായിരിക്കും ഇത്തരം മെഡിക്കൽ വേർഡുകൾ യൂസ് ചെയ്യുമ്പോൾ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത്തരം പേരുകൾ, അതിൻ്റെ യഥാർത്ഥ പേരുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക മക്കൾക്ക്. പിന്നെ ഒരു വയസ്സ് 2 വയസ്സ് ഒക്കെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും ഇപ്പോൾ അവർ സംസാരിക്കാൻ തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ. അപ്പം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇപ്പം നമ്മളിപ്പം പറയുമ്പോൾ അവരത് കാണിച്ചു തരും. ഇപ്പം നമ്മുടെ കൈ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൈ പൊക്കി കാണിച്ചു തരും, ഇല്ലെങ്കിൽ കൈ തൊട്ട് കാണിച്ചു തരും. അപ്പോൾ പിന്നീട് അവർക്കപ്പം ആ ടൈമിൽ തന്നെ നമ്മളത് പറഞ്ഞ് പിന്നീട് അവരത് സ്വയം എന്ത് ചെയ്യാൻ പറയാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെയാകും ഈ സ്വകാര്യ ഭാഗങ്ങളും കേട്ടോ. പിന്നെ മാത്രമല്ല ഇപ്പം നമ്മുടെ ഈ ഒരു 1-2 വയസ്സുകളിലൊക്കെ ഈ കുഞ്ഞുങ്ങൾ ഈ പറയുന്നത് പോലെയുള്ള ഇപ്പം വൾവയിലോ ഇല്ലെങ്കിൽ പെനിസിലൊക്കെ തൊടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അയ്യേ എന്നുള്ള രീതിക്ക് അവരോട് അയ്യേ അവിടെ നിന്ന് തൊടാൻ പാടില്ല, അല്ലെങ്കിൽ അയ്യേ അവിടെ നിന്ന് കൈയെടുത്ത് എന്ന് പറയാൻ പാടില്ല. കാരണം അയ്യേ അച്ഛേ എന്നൊക്കെ ഉള്ളൊരു വേർഡുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അതെന്തോ ആ കുട്ടികളിലേക്ക് മനസ്സിലാവുന്നത് ഇതെന്തോ ഒരു മോശപ്പെട്ട അവയവമാണ്, അല്ലെങ്കിൽ ഇതെന്തോ നമ്മുടെ ശരീരത്തിൽ വേണ്ടാത്തൊരു ഏരിയയാണ് എന്നവർക്ക് ഒരു ചിന്ത വരും. അപ്പോൾ അത് നമ്മളില്ലാതെ നമുക്ക് ഇങ്ങനെയൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പം അവർ ആ ഭാഗത്ത് ഇങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പം മുറിവാകാനും ഒക്കെ ചാൻസ് കൂടുതലായിരിക്കാം. ഇല്ലെങ്കിൽ അണുബാധ കൂടുതൽ അണുക്കളുള്ള ഏരിയകളാണല്ലോ. സോ നമുക്ക് എന്ത് ചെയ്യാം, അവരിനെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുക്കാം. അതായത് ആ ഭാഗങ്ങളിൽ പിടിക്കണ്ട, അല്ലെങ്കിൽ വൾവയിൽ പിടിക്കണ്ട, അതിൽ മുറിവാകും, അല്ലെങ്കിൽ അതിൽ മുറിവ് വരും എന്നൊക്കെ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം. അയ്യേ അച്ഛേ അത് ചീച്ചി എന്നൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മൾ ചീച്ചി എന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കുക. പക്ഷെ അത്തരം വേർഡുകളൊന്നും യൂസ് ചെയ്യാതെ എന്ത് ചെയ്യുക, അവർക്ക് ഇങ്ങനെയാ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ ശരീരഭാഗത്തിലത്തെ ഒന്നാണെന്നും അതെന്തോ ഒരു പ്രത്യേകമായിട്ട് കെയർ കൊടുക്കേണ്ട ഒരു ഏരിയ ആണെന്നുള്ളതും മനസ്സിലാകും. അപ്പം അവർക്ക് അത്തരത്തിലുള്ള അറിവുകളൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് വരിക. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ 1ാമത്തെയും 2ാമത്തെയും ഘട്ടങ്ങൾ പറഞ്ഞു കൊടുത്തു. 3ാമത്തേത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി കുറച്ചും കൂടി വളരുകയാണ്, ആൾക്കൊരു 3 വയസ്സ് 4 വയസ്സ് ഒക്കെ ആകുകയാണ്. അപ്പോൾ ആ ടൈമിൽ എന്ത് ചെയ്യും, അവർ ഈ പറയുന്നത് പോലെ അവയവങ്ങളെ എന്ത് ചെയ്യാറുണ്ട്, പറയാൻ തുടങ്ങും. അതേപോലെ തന്നെ അവർക്ക് പല ഡൗട്ടുകളും വരുന്ന സമയങ്ങളാണ് ഈ പറയുന്ന 3-4 ഒരു വയസ്സ്, 3-4-5 വയസ്സിലൊക്കെ അവരൊരുപാട് സംശയങ്ങൾ നമ്മളോട് ചോദിക്കുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംശയമാണ് ഇപ്പോൾ നമ്മളുടെയൊക്കെ ആൽബം, ഇപ്പോൾ വെഡ്ഡിങ് ആൽബം, കല്യാണത്തിൻ്റെയൊക്കെ ആൽബം ഒക്കെ എടുത്ത് അല്ലെങ്കിൽ വീഡിയോയൊക്കെ നമ്മൾ എടുത്ത് കാണുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, അപ്പോൾ ഇതിൽ ഞാൻ എവിടെയാ, ഇതിൽ എൻ്റെ ഫോട്ടോ എവിടെയാ എന്നൊക്കെ ചോദിക്കുമ്പം പലരും അതിന് പറയുന്ന ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അപ്പോൾ അമ്മമ്മയുടെ കൂടെ ആയിരുന്നു, അല്ലെങ്കിൽ അതായത് അമ്മയുടെ കൂടെയോ അല്ലെങ്കിൽ അച്ഛൻ്റെ കൂടെയോ ഒക്കെ ആയിരുന്നു, നീ അച്ഛൻ്റെ കൂടെ ആയിരുന്നു, അല്ലെങ്കിൽ നീ ഉറങ്ങുമായിരുന്നു എന്നൊക്കെ ആയിരിക്കും മറുപടി കൊടുക്കുക. അല്ലെങ്കിൽ നീ അമ്മയുടെ വയറിലായിരുന്നു
എന്നൊക്കെ പറയുമ്പം നമ്മളൊരു തെറ്റായ ഒരു ഇൻഫർമേഷൻ അല്ലേ, തെറ്റായ ഒരു കാര്യമാണ് അവരിലേക്ക് എത്തിക്കുന്നത്. അതായത് അപ്പോൾ അവരുടെ ഒരു ധാരണ പ്രകാരം കല്യാണം കഴിയുമ്പോൾ തന്നെ അവരുടെ അമ്മയുടെ വയറിലുണ്ട്, അല്ലെങ്കിൽ അവരപ്പം തന്നെ ഉണ്ട്, അവരവിടെ ഉറങ്ങുമായിരുന്നു എന്നുള്ള ഒരു രീതിക്കാണ് അവർക്കൊരു ചിന്ത പോകുന്നത്. അത് പലരും ഇതിപ്പോൾ എങ്ങനെ പറഞ്ഞു കൊടുക്കും മക്കൾക്ക് എന്നറിയാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെ, അവർക്ക് അതിനുള്ള പ്രായമായിട്ടില്ല എന്നൊക്കെ തോന്നുന്നത് കൊണ്ടാണ്. പക്ഷേ അവർക്ക് നല്ല രീതിക്ക് നമ്മളത് പറഞ്ഞു കൊടുക്കണം. ഇത്തരം രീതികൾ ഉപയോഗിക്കുമ്പോൾ അതൊരു തെറ്റായ ധാരണയിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ സെക്സ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് അവർക്ക് ആ സമയങ്ങളിൽ, അതായത് ഒരു 3, 4, 5 ആ വയസ്സുകളിൽ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് യൂട്രസിനെ കുറിച്ച് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. നമ്മുടെ ഗർഭാശയത്തെക്കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രായമാണ് ഒരു 3, 4 ഒരു 4, 5 വയസ്സൊക്കെ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 4, 5 വയസ്സിലൊക്കെ അവർക്ക് ഗർഭാശയത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാം. വയറിൽ ഇങ്ങനെ ഒരു ഗർഭപാത്രം അല്ലെങ്കിൽ യൂട്രസ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് അതിനുള്ളിലായിട്ടാണ് മോൾ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതേപോലെ അവർക്ക് അണ്ടാശയത്തിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കൊടുക്കാം. കൂടുതൽ കാര്യങ്ങളൊന്നും ആ പ്രായത്തിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അതായത് ഇപ്പം ഈ പറയുന്നത് പോലെ ഒരു ഇന്റർകോഴ്സിനെ കുറിച്ച്, ഒരു സെക്ഷൽ ഇന്റർകോഴ്സിനെ കുറിച്ചൊന്നും ആ സമയത്ത് പറഞ്ഞു കൊടുക്കേണ്ട പ്രായമല്ല. അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അത് വയറിൽ എവിടെയാണ് അവർ കിടന്നിരുന്നത് എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ കൃത്യമായ പ്രായമാണ് 4, 5, 6 ഒരു 6 വയസ്സിനുള്ളിലൊക്കെ എന്തായാലും അവർക്കത് അത്തരം ഒരു അറിവ് അവരിലേക്ക് എത്തിക്കുക. പിന്നെ മാത്രമല്ല അണ്ടാശയത്തിനെ കുറിച്ചിട്ടും വേണമെങ്കിൽ നമുക്കിങ്ങനെ പറയാം. നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള ഒരു ഭാഗമാണെന്നും അതിൽ ഈ പറയുന്ന കുഞ്ഞു കുഞ്ഞു എഗ്സുകൾ ഉള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമുക്കൊരു ആഫ്റ്റർ ഒരു 5 ഇയേഴ്സിനൊക്കെ ശേഷം അണ്ടാശയത്തിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാം. ഒരു 4 വയസ്സായ കുട്ടിക്ക് എന്തായാലും ഇപ്പം അണ്ടാശയത്തിനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല. പക്ഷെ നമുക്ക് ഗർഭപാത്രത്തിനെ കുറിച്ചിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെ ആഫ്റ്റർ ഒരു 5 ഇയേഴ്സ്, ഒരു 6 ഇയേഴ്സ് ഒക്കെ ആവാറാകുമ്പോഴേക്കും ഈ പറയുന്ന അണ്ടാശയത്തിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കൊടുക്കാം. കാരണം ഒരു 7 ഇയേഴ്സ് ഒക്കെ ആകുമ്പോൾ ഇന്നത്തെ ഒരു ഭക്ഷണ രീതിയും കാര്യങ്ങളും ഒക്കെ അനുസരിച്ചിട്ട് ഒരു 7 വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ ഈ പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് ഈ പറയുന്നത് പോലെ അവരുടെ ഫസ്റ്റ് മെൻസസ് ആവുന്ന സമയമൊക്കെ ആയിരിക്കാം. അപ്പം അതിനെ കുറിച്ചിട്ട് മുന്നേ അവർക്കൊരു അറിവ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് കൊടുക്കാം, നമുക്ക് അണ്ടാശയത്തിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, അവർക്കൊരു അറിവ് കൊടുക്കാം. ആ അണ്ടാശയത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിന് മുന്നേ തന്നെ അവർക്ക് അവരുടെ ഈ പറയുന്ന ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു 4, 5 വയസ്സൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഒന്നും കൂടിയും അവരുടെ ആ ഒരു സ്വകാര്യ ഭാഗത്തിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും. അപ്പം നമ്മളിപ്പം അവർക്ക് ആകെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് വൾവ എന്നും പെനിസ് എന്നൊക്കെ ആയിരിക്കാം. അപ്പം നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, അവർക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അവരുടെ സ്വകാര്യ ഭാഗങ്ങളെ എന്ത് പറഞ്ഞു കൊടുക്കാം. ഇപ്പം ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ വൾവ, അവരുടെ വൾവയുടെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് വരുന്നതാണ് ക്ലീറ്റോറിസ് എന്നും, പിന്നെ വെജൈന എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടെന്നും, ഒരു വെജൈന എന്ന് പറയുന്നത് താഴ്ഭാഗത്തെ ഈ പറയുന്ന വൾവയുടെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് വരുന്നതാണ് വെജൈന. അത് ഉൾഭാഗത്തേക്കായിട്ടാണ് വെജൈന തുടക്കം ഈ പറയുന്നത് ഭാഗം താഴെ ഭാഗത്താണ്, വെജൈന ഉള്ളിലേക്കാണ് വരുന്നത് എന്നൊക്കെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാം. ഒരു 5 ഇയേഴ്സ് 6 ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴേക്കും എന്തായാലും അവർക്ക് ആ അത്തരം അവരുടെ പ്രൈവറ്റ് പാർട്ടിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള എന്ത് കൊടുക്കാം, ഒരു അറിവ് കൊടുക്കാം. ഓരോ ഭാഗങ്ങളും എന്താണെന്ന് നമ്മൾ പറയാറില്ലേ, കണ്ണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. പിന്നെ കണ്ണിലെ കൃഷ്ണമണി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പിന്നീടാണ് പഠിപ്പിച്ചു കൊടുക്കുക. ഇത് കണ്ണ്, ഇത് കണ്ണിലെ കൃഷ്ണമണി, ഇത് കൺപീലി എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ തന്നെ എന്ത് പറഞ്ഞു കൊടുക്കാം, നമുക്ക് ഈ പറയുന്നത് പോലെ അവർക്ക് ഈ പറയുന്ന വൾവയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാം. ഇനി ആൺകുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ പെനിസ് പറഞ്ഞു കൊടുക്കാം. പിന്നീട് അവർക്ക് എന്ത് കൊടുക്കാം, ഒരു 5, 6 വയസ്സൊക്കെ ആവുമ്പം അവരുടെ ടെസ്റ്റിക്കിൾസും സ്ക്രോട്ടം ഒക്കെ നമുക്ക് എന്ത് ചെയ്താൽ പരിചയപ്പെടുത്തി കൊടുക്കാം. ടെസ്റ്റിക്കിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൃഷ്ണങ്ങളിനെയാണ് ടെസ്റ്റിക്കിൾസ് എന്ന് പറയുന്നത്. സ്ക്രോട്ടം എന്ന് പറയുന്നത് വൃഷ്ണസഞ്ചിയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മലയാളം വേർഡും ഞാൻ ഒരുമിച്ച് പറയുന്നുണ്ട്, കാരണം ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കാനാണോ മലയാളത്തിലാണോ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ട് എന്നുള്ളത് അറിയില്ലല്ലോ. അപ്പം ഏതാണ് കുട്ടികൾക്ക് പറയാൻ കഴിയുന്നത് രണ്ടും പറഞ്ഞു കൊടുക്കുക. അതിൽ അവർക്ക് ഏതാണ് പറയാൻ ഈസി എന്നുണ്ടെങ്കിൽ അത് പിന്നീട് അവർക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം അവരുടെ പ്രൈവറ്റ് പാർട്ടുകളെ കുറിച്ച് അവർ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പഠിക്കുകയാണ്. അപ്പം പിന്നെ അവർക്ക് അവരുടെ അവയവങ്ങളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് അറിയുന്നുണ്ട്. അവരുടെ ഓരോ പ്രൈവറ്റ് പാർട്ടിനെ കുറിച്ചും അവർക്ക് അറിയണം. പിന്നീട് എന്ത് ചെയ്യാം, ഒരു ആഫ്റ്റർ ഒരു 6 ഇയേഴ്സിനൊക്കെ ശേഷം അവർക്ക് എന്ത് പറഞ്ഞു കൊടുക്കാം, ഈ പറയുന്നത് പോലെ പീരിയഡ്സിനെ കുറിച്ച് അവർക്ക് പെൺകുഞ്ഞാണെന്നുണ്ടെങ്കിൽ പീരിയഡ്സിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാം. അവർക്ക് അണ്ടാശയം പറയുന്ന ഒരു ഭാഗം നമ്മൾ വരുന്നുണ്ടെന്നും ആ അണ്ടാശയത്തിൽ എന്തുണ്ടാകും, ഈ പറയുന്ന
ഓവം എന്ന് പറയുന്ന അതായത് ഒരു എഗ്ഗ് പോലെ അവർക്ക് എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കുക. അങ്ങനെയാണ് ഒരു എഗ്ഗ് പോലെ കുറച്ച് നമ്മുടെ അണ്ടാശയത്തിൽ ഉണ്ടാകുമെന്നും അതിലാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് എന്നും പറഞ്ഞു കൊടുക്കാം. അത്രമാത്രം അവർക്ക് പറഞ്ഞു കൊടുക്കാം. ഒരു 6-7 വയസ്സാവുമ്പം അവർക്ക് അതിനെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാം. 6, 7, 8 വയസ്സിലൊക്കെ അവർക്ക് അത്തരം വിവരങ്ങളൊക്കെ അവർക്ക് കൊടുക്കാം. ആ എഗ്സിൽ ഒരു എഗ്ഗ് പോലെ ആയിരിക്കും. ആ എഗ്ഗിനുള്ളിലാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുക. ആ എഗ്ഗ് നേരെ അണ്ടാശയത്തിൽ നിന്നും ഗർഭപാത്രത്തിലേക്ക് എത്തിയും അവിടെ കിടന്ന് പൂർണ്ണ വളർച്ച കുട്ടികൾ അവിടെ നിന്നിട്ടാണ് വളർച്ച പ്രാപിക്കുന്നത് അല്ലെങ്കിൽ വളർന്ന് വലുതാവുന്നത് എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യാം. പിന്നെ അതോടൊപ്പം തന്നെ അവർക്ക് എന്ത് പറഞ്ഞു കൊടുക്കാം, ഇനി കുഞ്ഞായില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ പറയുന്ന എഗ്സുകൾ എന്താവുന്നു, ഇല്ലാതാകുകയും അതുവഴി ഈ പറയുന്ന വെജൈന വഴി എന്ത് ചെയ്യുന്നു, മെൻസസ് ഉണ്ടാവുന്നു എന്നുള്ളത് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം. അത്തരം കുഞ്ഞു കുഞ്ഞു വലിയ ഇപ്പോൾ വേർഡുകളൊന്നും നമ്മളിപ്പം സയൻറ്റിഫിക്കലായിട്ട് അതിൻ്റെ എല്ലാ പ്രോസസ്സുകളും ഒന്നും ചിലപ്പോൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പ്രായത്തിൽ നമുക്ക് മനസ്സിലായി എന്ന് വരില്ല. ഇപ്പം ചരിത്രങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ പോലും ആ ഒരു പ്രായത്തിൽ കുറച്ചൊക്കെയുള്ള അവർക്ക് മനസ്സിലാവുക, ചിലതൊന്നും അവർക്ക് മനസ്സിലായി എന്ന് വരില്ല. അതേപോലെ തന്നെയാണ് ഇതും. അവർക്ക് ആ പ്രായത്തിൽ അവരുടെ കുഞ്ഞു ഭാഷയിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ ആ കുഞ്ഞു ഭാഷയിൽ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം. പക്ഷെ ഇതിനൊക്കെ എല്ലാത്തിനും മുന്നേ നമ്മൾ അവരിനോട് ഓരോ പ്രായത്തിലും ഇപ്പം നമ്മളിപ്പം ഈ പറയുന്ന കുഞ്ഞുണ്ടാവുന്നത് എവിടെയാണ് എന്നുള്ളത് അവർ ചോദിക്കുന്നില്ലേ, അപ്പം അതിനു മുന്നേയിട്ട് നമ്മൾ എന്ത് പറയാം, നിനക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് ചോദിച്ചിട്ട് അവരുടെ ഒരു അറിവ് എന്താണ് എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കി എടുക്കണം. അപ്പം നമുക്ക് കുറച്ചും കൂടി അവർക്ക് പറഞ്ഞു കൊടുക്കാൻ അതെന്ത് ചെയ്യും, കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യും. അപ്പം അവരുടെ അറിവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അവരിതിനെയൊക്കെ കുറിച്ച് എത്രത്തോളം അവർക്ക് മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഒരു അറിവ് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഭാഗത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഈ പറയുന്നില്ലേ, നമ്മൾ അവയവങ്ങളെയൊക്കെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറയുന്നില്ലേ, നമ്മൾ പെട്ടെന്നൊരു ദിവസം കുഞ്ഞിനെ കളിക്കുന്നതിനൊക്കെ ഇടയിൽ നിന്ന് വലിച്ചു പറിച്ചു കൊടുന്ന് അവളെ ഇരുത്തി അതിനായിട്ടൊരു സാഹചര്യം കണ്ടെത്തി അങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്നില്ല. കുഞ്ഞിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു 1-2 വയസ്സൊക്കെ പ്രായത്തിൽ അവർക്ക് അവരുടെ ശരീരാവയവങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് അവരെ കുളിപ്പിച്ചു കൊടുക്കുമ്പോൾ പഠിപ്പിച്ചു കൊടുക്കാം. അവരുടെ കുളിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് അവർക്ക് അത് പറഞ്ഞു കൊടുക്കാം. ഡയപ്പർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവർക്ക് പറഞ്ഞു കൊടുക്കാം. അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യങ്ങൾ, അതായത് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ അത് കൂടുതൽ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഈ പറയുന്ന ഇപ്പം കല്യാണ ആൽബം, ഇനിയിപ്പോൾ അവർ ചോദിച്ചില്ല എന്ന് വെക്കാം, ഇപ്പം നമ്മൾ കല്യാണ ആൽബം ഒക്കെ കാണുമ്പോഴും അവരതൊക്കെ കണ്ടിട്ട് അവരത് ചോദിക്കാതെ, ഇപ്പം പല കുട്ടികളും ചോദിക്കും, ചില കുട്ടികൾ ചോദിക്കില്ല. അവരെവിടെയാണെന്നോ അവരിതിലില്ലല്ലോ എന്ന് പറഞ്ഞ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ മുന്നിട്ടിട്ട് പറയാം, അപ്പം നീ എവിടെയായിരുന്നു എന്ന് നിനക്കറിയോ, ഇതിലിപ്പോൾ അച്ഛനുണ്ട്, അമ്മ ഉണ്ട്, അമ്മമ്മ ഉണ്ട്, ഏട്ടനുണ്ട്, അപ്പം നീ എവിടെയാ അതിൽ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം അവർക്ക് അപ്പോഴായിരിക്കും ചിലപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ചിന്ത വരും, ശരിയാണ്, ഇതിലിപ്പോൾ ഞാൻ എവിടെയാണ് എന്നുള്ളൊരു ചിന്ത അവർക്ക് വരുന്നത് അപ്പോഴായിരിക്കാം. അപ്പം അത്തരം നമ്മൾ അവരായിട്ട് ചോദിക്കുന്നില്ലെങ്കിൽ നമ്മളായിട്ട് മുന്നിട്ട് ചോദിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, അപ്പം നീ എവിടെയാണെന്ന് നിനക്ക് തോന്നുന്നത് പറഞ്ഞ് അവരുടെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പം അങ്ങനെയാണ് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പം അതിൻ്റെതായിട്ടുള്ള ഒരു ചുറ്റുപാട് ഉണ്ടാക്കിയതിന് ശേഷമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവർക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മൾ ഇത്തരം അറിവുകൾ കൊടുക്കുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്താണ്, അവർ നമ്മളുടെ അടുത്ത് വന്നിട്ടേ ചോദിക്കൂ. അവർ നമ്മളുടെ അടുത്ത് വന്നിട്ടായിരിക്കും ഇത്തരം ചോദ്യങ്ങളും അവരുടെ സംശയങ്ങളും ഒക്കെ ചോദിക്കുന്നത്. പിന്നെ ഈ പറയുന്നത് പോലെ നമ്മൾ പറഞ്ഞില്ലേ, മെൻസസ് ഒക്കെ ആവുന്നതിനെ കുറിച്ചിട്ട് സംസാരിക്കുമ്പം വീട്ടിലിപ്പോൾ ആരൊക്കെ, ഇപ്പോൾ ഇപ്പം നമ്മളുടെ ഉമ്മയോ ചേച്ചിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിനെയും കൂടി ഇരുന്നിട്ട് വേണം അതിനെക്കുറിച്ച് സംസാരിക്കാൻ. അപ്പോൾ അവർക്ക് എന്ത് മനസ്സിലാകും, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയതാണെന്നുള്ളതും ഇതൊക്കെ എല്ലാവരിനോടും സംസാരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുള്ള ബോധം അവർക്ക് വരും. അപ്പം നമ്മൾ മാക്സിമം എല്ലാവരുമായിട്ട് ഇരുന്ന് അവരവരുടെ അനുഭവങ്ങളൊക്കെ കുറച്ചൊക്കെ ഒരു 8-9 വയസ്സായ ഒരു കുട്ടിയോട് നമ്മുടെ മെൻസസിൻ്റെ അറിവിനെ കുറിച്ച് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. അപ്പം നമ്മൾ നമ്മളുടെ കഥകൾ പറഞ്ഞു കൊടുക്കാം, നമുക്ക് ആ സമയത്ത് തോന്നിയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാം, ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്നുള്ള രീതിക്ക് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുക്കാം. അപ്പോൾ അവർക്ക് അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇത്തരം മാറ്റങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും, അക്സെപ്റ്റ് ചെയ്യാനും പിന്നീട് ഈ പറയുന്നത് പോലെ എന്താണ്
അവർക്ക് അങ്ങനെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് അവർ കൂടുതൽ എന്ത് ചെയ്യാതെ ഭയപ്പെടാതെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ടെൻഷൻ ആവാതെ എന്താകും, അവർക്ക് അത് കൈകാര്യം ചെയ്യാനും അവർക്കത് പറ്റും. പിന്നെ നമ്മൾ ഈ പറയുന്ന ഒരു 9, 10, 11, 12 ഒക്കെ വയസ്സിലൊക്കെയാണ് ഈ പറയുന്ന സെക്സിനെ കുറിച്ചിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഈ വയറിനുള്ളിലേ കുഞ്ഞുണ്ടാവും എന്ന് പറയുന്നില്ലേ, അതെങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളൊരു ചോദ്യം അവരുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടായിരിക്കും. നമ്മളൊന്ന് നമ്മളുടെ പാരൻസിനോട് ഈ പറയുന്നത് പോലെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചിലപ്പോൾ പേടിച്ചിട്ട് നമ്മൾ മിണ്ടാതിരിക്കും. ഇനി അഥവാ നമ്മളൊക്കെ ആരെങ്കിലും ചോദിച്ചിട്ടുള്ള സമയത്താണ്, അല്ലെങ്കിൽ നമ്മളുടെ മക്കൾ നമ്മളോട് വന്ന് ചോദിക്കുന്ന സമയത്ത് അവരിനോട് ചാടി കയറി ദേഷ്യപ്പെട്ട് നീ ഇങ്ങനത്തെ ചോദ്യങ്ങൾ എന്തിനാ നീ ചോദിക്കണത്, നിനക്ക് എവിടുന്ന ഇത്തരത്തിലുള്ള അതൊക്കെ കിട്ടണത്, നിന്റെ കൂട്ടുകെട്ട് ശരിയല്ല, നിന്റെ അത് ശരിയല്ല, ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് നമ്മൾ അവരെന്ത് ചെയ്യും, അവരെ വളരെയധികം ചീത്ത പറയുമ്പം അവർ പിന്നീട് അത് ചോദിക്കാതെ വരികയാണ്. അപ്പം അങ്ങനെയൊന്നും ചെയ്യാതെ അവരത്തരം ചോദ്യങ്ങൾ ഇല്ലെങ്കിൽ നമ്മളൊക്കെ പലരും അങ്ങനത്തെ നേരിട്ടിട്ടുണ്ടാവാം അല്ലെ, അത്തരം സാഹചര്യങ്ങൾ ഞാൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പാരൻസ് ഒക്കെ നമ്മളെ നന്നായിട്ട് ചീത്ത പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലും ഒരു പൊട്ടത്തരം പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവാം. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ പലരും കടന്നു വന്ന സാഹചര്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ മക്കൾക്കും അതുപോലുള്ള ഒരു സാഹചര്യം കൊടുക്കാതെ കറക്റ്റ് സമയത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള അറിവുകൾ കൊടുക്കാൻ ശ്രമിക്കുക. അവരുടെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. കാരണം ഞാൻ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് ആർക്കും ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ്. ഒരു പ്രായത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൽ വന്നിട്ടുള്ള ചിന്തയായിരിക്കും അല്ലെ, ഈ കാണുന്ന ഓരോരുത്തർക്കും ആ ഒരു ചിന്ത വന്നിട്ടുണ്ടാവും. ചോദിക്കാൻ പേടിച്ചിട്ടിരുന്നിട്ടുണ്ടാകാം, ചിലപ്പോൾ ചോദിച്ച് ചീത്ത കേട്ടവരുണ്ടാകാം. അപ്പോൾ ഒരുപാട് അത്തരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കാം അല്ലെ. അപ്പം നമ്മൾ നമ്മുടെ മക്കളാണ് അങ്ങനെ വന്ന് ചോദിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മക്കളോ നമ്മളുടെ അനിയത്തിയോ ആരായിക്കോട്ടെ, അനിയനോ ആരായിക്കോട്ടെ, അവർ വന്ന് നമ്മളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഇത്ര മാത്രമാണ്. അതായത് അവർക്ക് സെക്ഷൽ ഇന്റർകോഴ്സിനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പം നമ്മൾ എന്തായാലും ഓൾറെഡി ഈ പറയുന്നത് പോലെ അവരുടെ സെക്ഷൽ ഓർഗൻ, അതായത് നമ്മൾ അവരുടെ പ്രൈവറ്റ് പാർട്ടിനെ കുറിച്ചൊക്കെ നമ്മൾ എന്തായാലും അവർക്ക് അതിനൊരു മെഡിക്കൽ വേർഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കൊടുത്ത് സെറ്റാക്കിയതാണല്ലോ. അപ്പോൾ ഇനി അവർക്ക് സെക്ഷൽ ഇന്റർകോഴ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇത്ര മാത്രം പറഞ്ഞു കൊടുക്കുക. ഒരു 10 ഇയേഴ്സോ ഒരു 9 ഇയേഴ്സിനൊക്കെ ശേഷം ഒരു 15 ഇയേഴ്സിനുള്ളിലാണ് ഈ പറയുന്ന സെക്ഷൽ ഇന്റർകോഴ്സിനെ കുറിച്ചിട്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ എന്തായാലും സ്കൂളുകളിലൊക്കെ ഉണ്ടാകും. പക്ഷെ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കാലത്തൊക്കെ ഈ പറയുന്ന സ്കൂളുകളിൽ ടീച്ചേഴ്സുകൾ ഈ പറയുന്ന ബുക്ക് അങ്ങ് തന്നു. അപ്പം ആ ഒരു ചാപ്റ്റർ വന്ന സമയത്ത് സെക്ഷൽ ഇന്റർകോഴ്സിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കേണ്ട ഒരു സമയത്ത് റീപ്രൊഡക്ഷൻ സിസ്റ്റം ഒക്കെ പഠിക്കുന്ന സമയത്ത് എന്തായി, ടീച്ചേഴ്സുകൾ വന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞു, നിങ്ങളത് വായിച്ചു നോക്കൂ, നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എന്ന് പറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ ഒന്നും ചെറുപ്പകാലത്ത് ഈ പറയുന്നത് പോലെ വൾവ എന്നും പീനസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാത്ത, അപ്പൊ നമുക്ക് ഇതൊന്നും പറഞ്ഞു തരുമ്പം ഈ മെഡിക്കൽ വേർഡ്സുകളൊന്നും അറിയുന്നുമില്ല. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഘടനാപരമായിട്ടാണ് നമുക്ക് പിക്ചർ തരുന്നതും ഘടനാപരമായിട്ടായിരിക്കാം. നമുക്കത് നോക്കുമ്പോഴും ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ആ സമയത്ത് നമുക്ക് ആ ഒരു ബുക്സുകൾ തരുന്ന സമയത്ത് നമുക്കിതൊന്നും മനസ്സിലാവുന്നില്ല. ടീച്ചേഴ്സ് ആണെങ്കിൽ വായിച്ചു നോക്കൂ എന്ന് പറയുമ്പം നമുക്കതിൽ നിന്നും ഒന്നും മനസ്സിലാവുന്നില്ല. ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും ഒന്നും മനസ്സിലാവില്ല. അപ്പൊ നമുക്ക് അതെന്ത് ചെയ്യും, നമ്മൾ ജസ്റ്റ് അത് വായിച്ചു നോക്കി പോകും. ഒന്നും മനസ്സിലാവാത്തതുപോലെ നമ്മൾ ജസ്റ്റ് അത് കാണാപ്പാഠം പഠിക്കുന്നു, പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രമായിട്ട് അത് ഉപയോഗിക്കുന്നു. അത് ലൈഫിൽ എങ്ങനെയാണ്, ലൈഫിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇതൊന്നും അന്നത്തെ കാലത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ടീച്ചർ അത് പറഞ്ഞു തന്നിട്ടില്ല. ചിലപ്പോൾ മേ ബി ടീച്ചർക്ക് അത് ഒരു കംഫർട്ടായിട്ട് പറയാൻ തോന്നാത്തത് കൊണ്ടോ ഇല്ലെങ്കിൽ മടി കൊണ്ടോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് അതിൻ്റെ മടി കൊണ്ടോ ഒക്കെ ആയിരിക്കാം. അപ്പം നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നത് ഇത്ര മാത്രമാണ്. സെക്ഷൽ ഇന്റർകോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഓൾറെഡി പറഞ്ഞു കൊടുക്കുക. അതായത് സെക്ഷൽ ഇന്റർകോഴ്സ് വഴിയാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പം അത് ചോദിക്കും, സ്വാഭാവികമായിട്ട് ചോദിക്കും, എന്താണ് സെക്ഷൽ ഇന്റർകോഴ്സ്, എങ്ങനെയാണത്, എനിക്ക് അറിയില്ല എന്നുള്ളത് ചോദിക്കും. അപ്പം അവരോട് നമ്മൾ അത് ഒരു കംഫർട്ടായ രീതിക്ക് അവരിനെ ഇരുത്തി പറയേണ്ടത് ഇത്ര മാത്രമാണ്. അതായത് മിസ്സും അതുപോലെ തന്നെ ഈ പറയുന്ന വൾവയും തമ്മിൽ ഫിക്സ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, സ്പേം എന്ന് പറയുന്ന അതൊരു വിത്തായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാം. അതൊരു സീഡാണെന്നും ആ സീഡ് ഈ പറയുന്ന നമ്മളുടെ ഓവത്തിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓവം എന്ന് പറയുന്നത് ഒരു എഗ്ഗ് പോലെയാണെന്നും ആ എഗ്ഗിൽ അത് പ്രവേശിക്കുകയും കുറച്ച് ദിവസങ്ങളും മാസങ്ങൾക്കും ശേഷം അതൊരു കുഞ്ഞായി മാറുകയും ചെയ്യിലെത്തുകയും ഗർഭപാത്രത്തിൽ ഈ കുഞ്ഞായി അത് വളരുകയും വളർച്ച കംപ്ലീറ്റ് ആവുന്ന സമയത്ത് അത് നോർമൽ ഡെലിവറി ആയിട്ട്
എന്ത് ചെയ്യുന്നു, കുഞ്ഞിനെ വെജൈനൽ ബർത്ത്, അതായത് വെജൈന വഴി കുഞ്ഞിനെ പുറത്തെടുക്കുകയും ചെയ്യുന്നു എന്ന് മാത്രം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ രണ്ടെണ്ണമാണ് അവർക്ക് പോകുന്ന അറിവുകൾ. ഒന്ന് പ്രസവം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അതിൽ പറഞ്ഞു കൊടുത്തു. അതേപോലെ തന്നെ നമ്മൾ ഒരു ഇന്റർകോഴ്സ് പ്രോസസ്, അതായത് ആ ഒരു ഇന്റർകോഴ്സ് എങ്ങനെയാണെന്നുള്ളതും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ രണ്ടറിവ് നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 15 വയസ്സാകുമ്പോഴേക്കും ഈ പറയുന്ന കുട്ടികൾക്ക് അതിനെക്കുറിച്ചൊരു ധാരണയായി. പിന്നീട് അവർക്ക് ഒരു തരത്തിലുള്ള പുറമേയുള്ള ഒരു അറിവുകളും തേടി അവർ പോവില്ല. അവർക്ക് അതിനെക്കുറിച്ചൊരു കൃത്യമായ ധാരണ ഉണ്ടാകുകയും അവരുടെ ലൈഫിലും തന്നെ ഈ പറയുന്ന സെക്ഷൽ ലൈഫിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടുകയും ചെയ്യും. പിന്നെ മാത്രമല്ല, നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഈ പറയുന്ന പോലെ സെക്ഷുവലായുള്ള രോഗങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക. അതുപോലെ ഈ പറയുന്ന പ്രൊട്ടക്ഷനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം, സേഫ് സെക്സിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാം. ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള അറിവുകളും അവർക്ക് പറഞ്ഞു കൊടുക്കാം. ഈ പറയുന്ന സെക്ഷുവൽ ഡിസീസുകളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാം. HIV പോലുള്ള മാരകമായ രോഗങ്ങളുടെ കാരണങ്ങളും അതെങ്ങനെയാണ് ആവുന്നത് എന്നുള്ളതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഇതിനെയൊക്കെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുണ്ട്. ഇനിയും ഇത് കൂടുതലായിട്ട് അങ്ങ് പോകും. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെക്ഷുവൽ ഡിസീസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഈ പറയുന്ന പ്രൊട്ടക്ഷൻസുകളെ കുറിച്ചും സേഫ് സെക്സിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായും ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്കത് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അതിനനുസരിച്ച് നമുക്കിതൊരു പാർട്ട് 2 എന്ന് പറയുന്ന ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം. അപ്പം ഇന്നത്തെ എൻ്റെ ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. ഇനിയും ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോസുകൾ വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അതുവരേക്കും ബൈ ബൈ.